എന്തായാലും ഈ ടൂർ അടിച്ചു പൊളിക്കണം. ഫസ്റ്റ് ടൈം അല്ലേ ഇത്? ഹായ്, എടാ എല്ലാരും എത്തിയോ? ഇല്ലല്ലോ, ഇനി എത്ര പേരുണ്ട് വരാൻ? കറക്റ്റ് സമയത്ത് എത്താൻ മിസ് പറഞ്ഞിട്ടില്ലേ? അവരിപ്പം വരുമായിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് മിസ്സിനെ കണ്ടിട്ട് വരട്ടോ. അവിടെ ഇപ്പൊ എന്താ ശരിക്കും കാണാനുള്ളത്? അവിടെയോ? അവിടെ എന്തൊക്കെ ഉണ്ടെന്നാ പറയുന്ന കേട്ടത്. ടിപ്പു സുൽത്താന്റെ ഓർമ്മകളും വീടും ബഷീറിന്റെ കുറെ ബുക്സും അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അമ്മക്ക് എന്തായാലും ഈ ഫീൽഡ് ട്രിപ്പ് അടിച്ചു പൊളിക്കാം. വരുമ്പോ സാറിനോട് ബീച്ചിൽ കൊണ്ടുപോകാനും പറയാ. എടാ എല്ലാവരും വാ, മിസ് അമ്മയോട് ബസ്സിൽ കയറി ഇരിക്കാൻ പറഞ്ഞേ. എന്തായാലും അവർ എത്തിക്കില്ല, നമുക്ക് ബസ്സിൽ കയറി ഇരിക്കാം. ബേപ്പൂർ സുൽത്താന്റെ വീട്ടിലേക്കല്ലേ നമ്മൾ പോകുന്നത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാനും 5ാം ക്ലാസ്സിലെ പാത്തുമ്മയുടെ ആട് പാഠം എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അന്ന് ബേപ്പൂരിൽ പോയി കാണണമെന്ന്. പിന്നെ ഓന്റെ ഒരു തള്ളല്ല, അന്നാ പാടത്തില് മാംഗോസ്റ്റി മരത്തിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേന്ന് ക്ലാസ്സിൽ. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഒന്ന് പോയി കാണണമെന്ന്. ആ മാംഗോസ്റ്റി മരം ഇപ്പോഴും അവിടെ ഉണ്ടാവോ? അതിപ്പോഴും അവിടെ ഉണ്ട്. ഇന്നെന്തായാലും നമുക്ക് കാണാലോ. എത്ര ബുക്കുകൾ ഉണ്ടല്ലേ ബഷീറിന്? എല്ലാ ബുക്കും വായിക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ വായിച്ചതോ ആകെ 1 2 മാത്രം. എന്തായാലും ഞാൻ ഈ വെക്കേഷനിൽ ഒരു കഥ വായിച്ചിരുന്നു. അതേത് കഥയാ വായിച്ചേ? പ്രേമലേഖനം. അതിലൊരു കേശവൻ നായരും സാരാമ്മയൊക്കെ നിന്റെ മക്കളെയും. അതൊരു അടിപൊളി കഥ എന്തായാലും. എന്നാ പിന്നെ ആ കഥയൊന്ന് കേൾക്കട്ടെ. എന്തായാലും എത്തിക്കില്ലല്ലോ, എന്നാ ഈ കഥ ഒന്ന് പറ. സാറാമ്മേ, സാറാമ്മേ, ഇതാ വരുന്നു. നിന്റെ വിചാരം എന്താടി? യാതൊരു ജോലിയും ചെയ്യാതെ നിന്നാൽ നേരം ഞാൻ ഒരൊറ്റ വായിലിട്ട് തരുമെന്നാണോ? നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ അടുക്കളയിൽ വന്ന് ഉണ്ടാക്കിക്കൊള്ളണം. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഓ, എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട. ഈ വീടിന്റെ മുകൾ നിലയിൽ താമസിക്കാൻ ഒരാൾ വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ താക്കോൽ ഒന്ന് എടുത്തു കൊടുത്തേക്കണം. മറക്കണ്ട, മറന്നാലേ എന്റെ സ്വഭാവം നീ അറിയും. കേശവൻ നായരോ മറ്റോ എന്നോ ആണ് അയാളുടെ പേര്. ഇത് നിങ്ങൾ കേശവൻ നായരല്ലേ? അതെ. ഈ താക്കോൽ ചിറ്റമ്മ തന്നതാ. എന്നെ എങ്ങനെ മനസ്സിലായി? അതിലൊക്കെ ഇത്ര വലിയ കാര്യം എന്താ? പെട്ടി തൂക്കി വരുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി. ഓ, സമ്മതിക്കണം. സുന്ദരി മാത്രമല്ല, ബുദ്ധിമതിയുമാണല്ലേ. രണ്ടും പറഞ്ഞത് താങ്കളായതുകൊണ്ട് സത്യമാവാതെ വഴിയില്ല. എന്നാൽ ഞാൻ അങ്ങോട്ട്. അതാവും നന്നാവുക. ആര്? സാറാമ്മയോ? വാ. എന്താ ചെയ്യുന്നേ? ഞാനൊരു വാരിക തുറന്നു നോക്കിയതായിരുന്നു. അപ്പോ വായനക്കാരനാണല്ലേ? അങ്ങനെ കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. ആട്ടെ, സാറാമ്മയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? അപ്പൻ, ചിറ്റമ്മ, പിന്നെ ഞാൻ. അപ്പോ ലാളിച്ചു വളർത്തിയ കുട്ടിയാണല്ലേ? ആര് പറഞ്ഞു? അതാരും പറയണമെന്നില്ലല്ലോ. പിന്നെ ഗണിച്ചെടുത്തതാണോ? അപ്പനും ചിറ്റമ്മയ്ക്കും ഏകമകളാകുമ്പോൾ താലോലിക്കുമെന്ന് ഉറപ്പല്ലേ? എന്റെ അനുഭവം മറിച്ചാണ്. അത് കള്ളം. എന്തിനാ സാറാമ്മേ ഇത്തരം കളവ് പറയുന്നേ? താങ്കൾക്ക് തോന്നുന്നതെല്ലാം സത്യമാവണമെന്നില്ലല്ലോ. എന്നാലും ഒരു എന്നാലുമില്ല. കടുത്ത പ്രയാസങ്ങൾ അനുഭവിച്ച ഞാൻ ഇവിടെ കഴിയുന്നത്. എനിക്കിവിടെ എന്തായാലും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഞാനിവിടെ അധികപ്പറ്റ. അത് കള്ളം. ആട്ടെ, സാറാമ്മ ഇപ്പോ എന്ത് ജോലിയാ ചെയ്യുന്നേ? അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. എനിക്ക് ജോലിയൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തീർച്ചയായും ചോദിക്കൂ. എനിക്ക് പറ്റിയ എന്തെങ്കിലും ജോലി സംഘടിപ്പിച്ചു തരുമോ? നോക്കാം. നോക്കിയാ പോരാ, ആത്മാർത്ഥമായി പരിശ്രമിക്കണം. എനിക്ക് ഈ വീട്ടിൽ ഒരു ജോലി ഇല്ലാതെ രക്ഷയില്ല. അതുകൊണ്ടാ. ആട്ടെ, സാറാമ്മ എന്ത് ജോലിയാണ് ആഗ്രഹിക്കുന്നത്? എന്തെങ്കിലും. നോക്കാം, നാളെ പറയാം. മറക്കല്ലേ, ഞാൻ പ്രതീക്ഷിക്കും. നീ എവിടെയായിരുന്നടി? അത് ഞാൻ.
എന്താടി ഒരു പരുങ്ങല്? ഞാൻ മുകളിൽ വന്ന വാടകക്കാരനെ ഒന്ന് കണ്ടതാ, ആ കേശവൻ നായരെ. എടി പെണ്ണെ, ഞാൻ പറഞ്ഞേക്കാം, ഇനി അവിടെ ചെന്ന് കൊഞ്ചിക്കോയാണെന്ന് നിൽക്കണ്ട. എന്റെ സ്വഭാവം മാറ്റരുത് നീ, കേട്ടല്ലോ? ഇല്ല, ഇനി പോവില്ല. അല്ല, ഇന്ന് തീരെ കണ്ടില്ലല്ലോ. ഓ, ഓരോ തിരക്കായി പോയി. പിന്നെ എന്തായി? എന്ത് ജോലിക്കാര്യം? ആ, ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിത്തിരി കഷ്ടപ്പെടുന്നതാ. അതൊന്നും സാരമില്ല. ഏത് ജോലിക്കും ഞാൻ തയ്യാറാ, ശമ്പളം കിട്ടണമെന്ന് മാത്രം. എന്നാൽ ഞാനൊരു ജോലി പറയാം, പക്ഷെ അത് സാറക്ക് ഇഷ്ടാവോന്നാ? ഇഷ്ടാവും, ഉറപ്പാ. ഇല്ല, ഇഷ്ടാവില്ല. ഇഷ്ടാവും, ശമ്പളം കിട്ടണമെന്ന് മാത്രം. എന്നാൽ ഞാനൊരു ജോലി പറയാം. പറയൂ. എനിക്ക് നീ നിരന്തരം പ്രണയലേഖനം എഴുതണം. 20 രൂപ ഞാൻ ശമ്പളമായി തരാം. പ്രണയലേഖനമോ? ഇതാണോ ജോലി? നിരന്തരം എനിക്ക് പ്രണയലേഖനം നീ എഴുതി തരണം. 20 രൂപ ഞാൻ ശമ്പളമായി തരാം. 20 രൂപ ശമ്പളമുണ്ട്, എഴുതാം. സാറാമ്മേ, എനിക്ക് സ്ഥലമാറ്റം കിട്ടി. ഞാൻ പോവാണ്. അതിനെന്താ? ഞാൻ പോയാ സാറാമ്മയ്ക്ക് സങ്കടാവോ? ഒട്ടുമില്ല. സാറാമ്മേ, എന്തോ? ഒട്ടുമില്ലേ സങ്കടം? ഒട്ടുമില്ല. എന്ത് രസാല്ലേ ഈ കഥ കേൾക്കാന്. ആ ശരിയാ, എനിക്കിപ്പോ അവിടെ പോവാൻ ശരിക്കും ത്രില്ലായി. ഹായ്, ബാക്കിയുള്ളവർക്ക് എവിടെ? എല്ലാരും ഗ്രൗണ്ടിലുണ്ട്, നമുക്ക് അവിടുന്ന് കയറ്റാവല്ലോ. പോവല്ലേ മക്കളെ? 30 വർഷങ്ങളാണ് പോയി മറഞ്ഞത്. ഈ ഭൂമി, ഈ മരങ്ങൾ, ഈ ജീവജാലങ്ങൾ, അവയ്ക്ക് നടുവിൽ ഒരു ചാരുകസേര മാത്രം. ആ കസേരയിലെ ശൂന്യതയിലേക്ക് നോക്കി നിശബ്ദമായി നിൽക്കുകയാണ് ഈ ഭൂമിയുടെ അവകാശികൾ. ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലെ വടക്കുകിഴക്കേ മൂലയിലുള്ള മുറി 30 വർഷമായി ശൂന്യതയുടെ ഇടമാണ്. ചാരുകസേരയുടെ ഓരത്ത് പകുതി പാടി നിർത്തിയൊരു ഗ്രാമഫോൺ നിശ്ചലമായി നിൽക്കുന്നു. മുന്നിലെ കുഞ്ഞു സ്റ്റൂളിൽ വച്ചെഴുതാനുള്ള ബോട്ടിൽ 4-5 ഫുൾ സ്കാപ്പ് കടലാസുകൾ അക്ഷരങ്ങളെ കാത്തു കിടപ്പുണ്ട്. പഴക്കത്തിൻ്റെ മഞ്ഞപ്പ് കടലാസുകളിലാകെ പതിഞ്ഞിരിക്കുന്നു. കടലാസുകൾക്ക് മുകളിൽ കാലുനീട്ടി വർഷങ്ങളായി വിശ്രമിക്കുന്ന കട്ടിക്കണ്ണട. കസേരയുടെ ഇടതുവശത്ത് നിലത്തൊരു സ്റ്റീൽ ഫ്ലാസ്ക്. മേശക്കടയിൽ പഴമയുടെ ഗന്ധം പേറുന്ന അനേകം പുസ്തകങ്ങൾ. മലയാള നോവൽ ചരിത്രവും ശബ്ദധാരാവലിയും അവയ്ക്ക് കൂട്ടായുണ്ട്. കസേരയുടെ വലതുവശത്തെ മേശക്കടയിൽ പഴയകാല ചലച്ചിത്രങ്ങളുടെയും ഗസലുകളുടെയും വിനൈൽ റെക്കോർഡുകൾ അട്ടിയിട്ട് വച്ചിരിക്കുന്നു. മേശപ്പുറത്ത് 30 വർഷം മുമ്പ് ഒരു ജൂലൈ 5-ന് പുറത്തിറങ്ങിയ പത്രങ്ങളുടെ ആദ്യ പേജുകൾ ലാമിനേറ്റ് ചെയ്തു വച്ചിരിക്കുന്നു. ആ ദിവസമാണ് ഈ മുറിയിൽ അഗാധമായ നിശബ്ദത വന്നു നിറഞ്ഞത്. ജനലിനപ്പുറം മുറ്റത്തിനോട് ചേർന്ന് ഒരു മാംഗോസ്റ്റിൻ മരം ആകാശത്തേക്ക് ചെന്നു തൊടുന്നു. മാംഗോസ്റ്റിന് ഇത്രയും വലിപ്പമില്ലായിരുന്നു. ഇന്ന് ആ മരച്ചുവട്ടിൽ കസേരയിട്ട് വന്നിരിക്കാൻ ആരുമില്ല. 2 ഏക്കർ പറമ്പിലെ തെങ്ങുകളും പ്ലാവുകളും തലപ്പൊക്കത്തോടെ നിൽക്കുന്നു. മുറ്റത്തേക്കുള്ള ചവിട്ടുപടിയിലേക്ക് നോക്കി ചുമരിലൊരു ഛായാചിത്രമുണ്ട്. അതിനു താഴെ കാലത്തിൻ്റെ കുത്തൊഴുക്കുമായൊരു കുഞ്ഞു ക്ലോക്കുണ്ട്. വീടിനു ചുറ്റുമുള്ള ലോകത്ത് കിളികളുണ്ട്, പ്രാണികളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. ഈ ഭൂമിയുടെ അവകാശികളായി ഇന്നും അവയൊക്കെയുണ്ട്. പക്ഷേ അവരുടെ നാഥൻ 30 വർഷം മുമ്പ് ഓർമ്മയിലേക്ക് നടന്നു നീങ്ങി. ഓർമ്മകളിലും സുൽത്താനായി ഇന്നും എന്നും.